എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന്. അവിടെ വൈകിയാച്ച? സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല. പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും. എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലോമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയോ? അല്ലേ വേണ്ട പറയൂ. പോയി ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അപ്പൊ പിന്നെ അങ്ങനെയങ്ങ് പോയിക്കോട്ടെ. അങ്ങനെയല്ല കുട്ടി. ഞാനായിട്ട് അവൾക്ക് എന്റെ ഈ കൈ കൊണ്ട് കത്തെഴുതി അയച്ചിട്ട് അവൾ ഈ ടൗണിൽ വരികയായിരുന്നു. എന്നിട്ട് ഞാനായിട്ട് അവളെ സ്പോയിൽ ചെയ്തു. തെറ്റിലേക്കുള്ള ഒരു വഴിക്ക് തുടക്കം കുറിച്ചു കൊടുത്തു. കൂട്ടത്തിൽ എന്റെ എല്ലാ കൊച്ചുവാശികളും കാറ്റിപ്പറത്തിക്കൊണ്ട്. ഞങ്ങൾ തമ്മിൽ എവിടെയോ വെച്ച് ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞവരാണെന്ന് എനിക്ക് വെറുതെ തോന്നുക. ഏതോ ജന്മത്ത്. അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്ത ഒന്ന് അവൾക്കെങ്ങനെ സാധിക്കുക? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ഞാൻ അവൾക്ക് കത്തെഴുതുമ്പോ മഴ പെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും മഴ പെയ്തു. എന്താ കുട്ടിയുടെ പേര്? ക്ലാര. ക്ലാര. ബിയാട്രിക്സ് പിന്നെ എങ്ങനെ പോയി? അവരെ തങ്ങള് ആന്റപ്പനും കൂടെ കുറച്ച് കാശും കൊടുത്ത് പറഞ്ഞയച്ചു. അവര് നാട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും ക്ലാര മടത്തി ചേർന്നെന്ന്. അന്ന് തിരിച്ചു ചെല്ലുമ്പോ ക്ലാര സമ്മതിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മധ്യസ്ഥതയിൽ ആ മാരേജ് നടക്കുമായിരുന്നോ? ദോ ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. പിന്നെ എന്തിനേ ആ കുട്ടി പോയിക്കളഞ്ഞത്? പാവം. പക്ഷെ രാധയ്ക്കും എന്നെ ആദ്യം മനസ്സിലായില്ലല്ലോ. അഗ്രീഡ്. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്തയിടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തുനിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന്, ആ സ്ത്രീന്ന്, തങ്ങളിന്റെ ക്ലച്ചസിന്ന്. അതൊക്കെ അവളുടെ രക്ഷപ്പെടൽ തന്നെ, ബ്രില്യൻസ് തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ക്ലാര ഇനിയും വരുന്ന് എനിക്ക് വെറുതെ തോന്നുക, എന്നെ അന്വേഷിച്ച്. എന്താ അങ്ങനെ തോന്നാൻ? എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്റെ ഈ മാതിരി തോന്നലുകൾ തെറ്റാറില്ല. വരികയാണെങ്കിലല്ലേ? വരുന്ന എനിക്ക് തോന്നണില്ല. വന്നാൽ എനിക്ക് തന്നെ ഉറപ്പില്ല എന്നെ കുറിച്ച്. പക്ഷെ ഇനി കാണുമ്പോ ക്ലാര ജയേട്ടൻ ഇപ്പൊ ഈ കണ്ട ക്ലാര ആയിരിക്കില്ല. ഒരിക്കലും ആവില്ല, അതെനിക്കറിയാം. അത് മനസ്സിലുറച്ചു കഴിഞ്ഞാ
ജയേട്ടൻ പിന്നെ ക്ലാരെ കാണില്ല, കാണാൻ പോവില്ല. നേരോ?